नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 7 के इकाई 3 एक दौड़ ऐसी भी के बारे में पढ़ेंगे। ഞാൻ ക്ലാസ് 7ലെ ജറൂറി ഖുറാക്ക് വരെ ഉള്ള എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റിൽ വീഡിയോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 7 SCERT അതിൽ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. കൂടാതെ തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും ആഡ് ചെയ്യുന്നതാകും. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ? ഏക് ദൗഡ് ऐसी भी. ദൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടം. അപ്പം എന്താണ് ഈ ദൗഡിൻ്റെ ഒരു പ്രത്യേകത, ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് വായിച്ചു നോക്കാം. कई साल पहले ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. 100 मीटर की इस दौड़ में एक गजब की घटना हुई. 9 प्रतिभागी शुरुआत की रेखा पर तैयार खड़े थे. उन सभी को कोई ना कोई शारीरिक विकलांगता थी. तो कई साल पहले ओलंपिक खेलों के दौरान एक വിശേഷ് ദൗഡ് ഹോനെ ജാ രഹി ഥി. കുറേ കാലങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണിത്. കൈ സാൽ പെഹ്ലെ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ്. സാൽ എന്ന് പറഞ്ഞാൽ വർഷം അല്ലെങ്കിൽ കാലം. ഒളിമ്പിക് ഖേലോं के दौरान, ഒളിമ്പിക് കായികം, ഖേൽ എന്ന് പറഞ്ഞാൽ കായികം. ആ ഒളിമ്പിക് കായികത്തിൻ്റെ ഇടയിൽ, ആ സമയത്ത്, ദൗരാൻ എന്ന് പറഞ്ഞാൽ സമയത്ത്, ഏക് വിശേഷ് ദൗഡ് ഹോനെ ജാ രഹി ഥി. ഒരു പ്രത്യേകമായൊരു ഓട്ടമാണ് നടക്കാൻ പോകുന്നുണ്ടായിരുന്നത്. 100 മീറ്റർ കി ഇസ് ദൗഡ് മേ, 100 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 മീറ്ററാണ്. 100 മീറ്ററിൻ്റെ ഈ ഓട്ടത്തിൽ ഏക് ഗസബ് കി ഘട്ന ഹുയി. എന്തായിരുന്നു? ഒരു അത്ഭുതമായ സംഭവമാണ് സംഭവിച്ചത്. ഗസബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഘട്ന എന്ന് പറഞ്ഞാൽ സംഭവം. അപ്പോൾ അത്ഭുതമായ സംഭവമാണ് സംഭവിച്ചത്. എന്താകും സംഭവിച്ചത്? 9 പ്രതിഭാഗി ശുരുവാത് കി രേഖ പർ തയ്യാർ ഖടേ ഥേ. എന്താണ്? 9 എന്ന് പറഞ്ഞാൽ 9, പ്രതിഭാഗി എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ. 9 പങ്കെടുക്കുന്നവർ ശുരുവാത് എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ ആ ഒരു ലൈനിൻ്റെ അവിടെ തയ്യാറായി നിൽക്കുകയായിരുന്നു. രേഖ എന്ന് പറഞ്ഞാൽ ലൈനാണ്. നമ്മൾ ഓടാൻ പോകുമ്പോൾ ഒരു ലൈനൊക്കെ വരയ്ക്കില്ല, അവിടെ നിന്നല്ലേ നമ്മൾ ഓട്ടം തുടങ്ങുക, ഓട്ട മത്സരത്തിലൊക്കെ. ഇപ്പോൾ 9 പ്രതിയോഗികളാണ് അവിടെ, 9 പങ്കെടുക്കുന്നവരാണ് അവിടെ നിന്നിരുന്നത്. എന്തായിരുന്നു അവരുടെ ഒരു പ്രത്യേകത? ഉൻ സഭീക്കു കോയി ന കോയി ശാരീരിക് വികലാംഗത ഥി. അവരെല്ലാവർക്കും എന്തായിരുന്നു? ഏതെങ്കിലും ഒരു രീതിയിൽ ശാരീരമായി ഒരു വികലത ഉണ്ടായിരുന്നു, ഹാൻഡിക്യാപ്പ് ആയിരുന്നു. എന്തോ ഒരു ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പാരഗ്രാഫിൽ പുതിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഒന്ന് നോക്കാം. ദൗഡ് ഓട്ടം, സാൽ വർഷം, ഖേൽ കായികം, ദൗരാൻ സമയത്ത്, വിശേഷ് പ്രത്യേകത, 100 100, ഗസബ് അത്ഭുതം, ഘട്ന സംഭവം, 9 പ്രതിഭാഗി പങ്കെടുക്കുന്നവർ, ശുരുവാത് ആരംഭിക്കുന്നു, രേഖ ലൈൻ, തയ്യാറാകുക അല്ലെങ്കിൽ തയ്യാറാണ്, ശാരീരിക് ശരീരം, വികലാംഗത വികലത. അടുത്ത പാരഗ്രാഫ്. सीटी बजी, सभी दौड़ पड़े. बहुत तेज़ तो नहीं, पर उनमें जीतने की होड़
ज़रूर तेज थी। सभी जीतने की उत्सुकता के साथ आगे बढ़े। तभी एक छोटा लड़का ठोकर खाकर लड़खड़ाया, गिरा और रो पड़ा। उसकी आवाज़ सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ। फिर एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे। सब के सब लौट आए, उसे दोबारा खड़ा किया, उसके आंसू पोंछे, धूल साफ की। लड़के की दशा देख एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया, यह कहते हुए कि अब ठीक हो जाएगा. എന്താണ് അവിടെ ഒരു മത്സരം നടക്കുകയായിരുന്നു. ആ മത്സരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതിൽ ഭാഗമെടുത്ത അതിലത്തെ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവർ എല്ലാവർക്കും എന്തെങ്കിലും ഒരു രീതിയിൽ ശാരീരികമായിട്ട് ഹാൻഡിക്കാപ്പായിരുന്നു, അതായത് വികലത ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പിന്നെ സംഭവിച്ച്? സീട്ടി ബജി അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു റണ്ണിങ് റേസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിസിലടിക്കില്ലേ, അപ്പോൾ അങ്ങനെ വിസിലടിച്ചു. സബി ദോഡ് പടി, എല്ലാവരും ഓടിത്തുടങ്ങി. बहुत तेज़ तो नहीं पर उनमें जीतने की होड़ ज़रूर तेज़ थी. നല്ല സ്പീഡിൽ, തേസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വേഗതയിൽ എല്ലാവരും ഓടിയിരുന്നത്. അത്ര വേഗതയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എന്തെങ്കിലും അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറേ സ്പീഡിലെല്ലാവരും ഓടിയത്. പക്ഷേ എന്തായിരുന്നു അവരിലുള്ളൊരു പ്രത്യേകത? എല്ലാവരിലും ആ മത്സരം ജയിക്കാനുള്ളൊരു സീലുണ്ടായിരുന്നു. പറഞ്ഞാൽ അവർക്കത് ജയിക്കണം എന്നുള്ളൊരു വളരെയധികം ഉള്ളിൽ ആ ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരുന്നു. ജറൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും, ഹോഡ് എന്ന് പറഞ്ഞാൽ മത്സരം. സഭി ജീത്നേക്ക് ഉത്സുക്തക്കെ സാത്ത് ആകെ ബഡെ, എല്ലാവരും എന്താ ജയിക്കാനുള്ളൊരു ജിജ്ഞാസ കൊണ്ട്, ഉത്സുക്ത എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ, ആ ജിജ്ഞാസ ഉള്ളത് അങ്ങനെ അവർ എല്ലാവരും മുന്നോട്ട് പോയി. തഭി ഏക് ഛോട്ടാ ലड़का ठोकर खाकर लड़खड़ाया, गिरा और रो पड़ा. അപ്പോൾ എല്ലാവരും ഓടുന്ന സമയത്ത് എന്താ സംഭവിച്ചു? ഒരു ചെറിയൊരു ആൺകുട്ടി, ലड़का എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ചെറിയൊരു ആൺകുട്ടിക്ക് എന്താ സംഭവിച്ച്? ठोकर എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എവിടെയോ തട്ടി, കൂട്ടിമുട്ടി അല്ലെങ്കിൽ തട്ടി. ലഡ്ഖടാക്കർ ഗിറ, ലഡ്ഖടാന എന്ന് പറഞ്ഞാൽ തട്ടിത്തടയുക. നമ്മൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തട്ടി തടഞ്ഞ് വീഴില്ലേ, അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ആ ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് എവിടെയോ തട്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയോ കൂട്ടിമുട്ടിയിട്ട് പെട്ടെന്ന് തടഞ്ഞ് വീണു. ഗിറ എന്ന് പറഞ്ഞാൽ വീഴുക. ഓർ റൂപട, അപ്പോൾ വീണപ്പോൾ എന്താ ചെയ്തത്? ആ കുട്ടി കരഞ്ഞു തുടങ്ങി. ഉസ്കി ആവാസ് സുൻകർ ബാക്കി പ്രതിഭാഗി ദോഡ്ന ഛോഡ് ദേഖ്നെ ലഗെ. ആ കുട്ടി കരയുന്നത് കണ്ടിട്ട്, ആ കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ബാക്കിയുള്ള മത്സരം ആ കുട്ടികളൊക്കെ എന്താ ചെയ്ത്? ആ ബാക്കിയുള്ള ഓടുന്ന കുട്ടികളൊക്കെ അവരെല്ലാവരും അവിടെ നിന്നു, എല്ലാവരും ഓട്ടം നിർത്തി. ദോഡ്ന ഛോഡ് എന്ന് പറഞ്ഞാൽ ഓട്ടം നിർത്തി. ദേഖ്നെ ലഗെ, നോക്കി തുടങ്ങി എന്താ സംഭവിച്ചു എന്ന്. ഫിർ ഏക് ഏക് കർക്കെ വേ സബ് ഉസ് ബच्चे की मदद के लिए उसके पास आने लगे. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത? കുട്ടികളൊക്കെ ഓരോ കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് മെല്ലെ മെല്ലെ തിരിച്ചു വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ ഹെൽപ്പ്, മദത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പ്. ആ കുട്ടിയുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കുട്ടികളും ഇങ്ങോട്ട് വന്നു തുടങ്ങി, ആ ചെറിയ കുട്ടിയുടെ അടുത്തേക്ക്. സബ് കെ സബ് ലോട്ടായി, എല്ലാ കുട്ടികളും മത്സരം നിർത്തി. എന്നിട്ട് എന്താണ്? തിരിച്ചെല്ലാവരും ആ ചെറിയ ആൺകുട്ടിയെ, വീണ് കിടക്കുന്ന ആൺകുട്ടിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഉസെ ദുബാര ഖടാക്കിയ, എന്താണ്? ആ കുട്ടീനെ തിരിച്ച് നിർത്തി. ആ വീണതല്ലേ, അപ്പോൾ ദുബാര എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കുട്ടീനെ പിടിച്ച് നിർത്തി. ഉസ്കെ ആസു പോഞ്ച്, ആസു എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുനീര് എല്ലാവരും തുടച്ചു മാറ്റി. പോച്ചെ എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റുക. ധൂൾ സാഫ് കി, ധൂൾ എന്ന് പറഞ്ഞാൽ പൊടിയാണ്. താഴെ വീണപ്പോൾ ഡ്രസ്സിൽ പൊടിയൊക്കെ ആയി, ആ പൊടിയൊക്കെ മാറ്റിക്കൊടുത്തു. ലഡ്കിക്ക് ദശാ ദേഖ് ഏക് ബച്ചീനെ, ആ കുട്ടിയുടെ അവസ്ഥ കണ്ട്, ആ ചെറിയ കുട്ടിയുടെ, ആൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി
अपने गले से लगा लिया. എന്താ ചെയ്ത് ആ ആൺകുട്ടിനെ കെട്ടിപ്പിടിച്ചു. ഗലേ से लगा लिया എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. और उसे प्यार से चूम लिया. സ്നേഹത്തോടു കൂടി ആ കുട്ടീനെ ചുംബിച്ചു. चूम लिया എന്ന് പറഞ്ഞാൽ ചുംബിക്കുക. ये कहते हुए कि अब ठीक हो जाएगा. എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി നീ ശരിയാകും. അപ്പോൾ അതിൽ കാണിക്കുന്നത് എന്താണ്? ഈ ചെറിയ കുട്ടികളുടെ നിഷ്കളങ്കതയാണ്. അവർ കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരാൾ വീണാൽ വീണു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും മുന്നോട്ടേക്ക് പോകും, അല്ലാണ്ട് ആരും നോക്കാൻ വരില്ല, ആ ഒരു മത്സരം നിർത്തി ആരും വരില്ല. ഇതിൽ ചെറിയ കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കതയാണ് കാണിക്കുന്നത്. ആ ഒരു കുട്ടി വീണപ്പോൾ ഒരു സുഹൃത്ത് അവരുടെ വീണപ്പോൾ എല്ലാവരും ആ മത്സരം പോലും നിർത്തിയിട്ട് ആ കുട്ടിയുടെ അടുത്ത് വന്ന് ആ കുട്ടീനെ സഹായിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിൽ ആ കുട്ടികളുടെ ഒരു നിഷ്കളങ്കതയാണ് നമ്മൾക്കിതിൽ കാണാൻ കഴിയുന്നത്. ഈ പാരഗ്രാഫിലെ പുതിയ വേർഡ്സ് ഒന്ന് നമുക്ക് നോക്കാം. ജീത്തിനെ വിജയിക്കുക, ഹോഡ് മത്സരം, തേസ് വേഗത, ജറൂർ ഉറപ്പായും, ഉത്സുക്ത ജിജ്ഞാസ, ആകെ ബഡെ മുന്നോട്ട് നീങ്ങി, ഠോക്കർ കൂട്ടിമുട്ടുക, ലഡ്ഖടായ തട്ടിത്തടയുക, ഗിര വീഴുക, ഛോഡ് ഉപേക്ഷിച്ചു, ദേഖ്നെ കാണാൻ, മദത് സഹായിക്കുക, ലോട്ട് മടങ്ങുക, ദോബാര വീണ്ടും, ആസു കണ്ണുനീർ, പോഞ്ചെ തുടച്ചു മാറ്റുന്നു, ധൂൽ പൊടി, ദശ അവസ്ഥ, ഗലെ ലഗായാണ് ശരിക്കും വരിക, കെട്ടിപ്പിടിക്കുക, ചൂം ചുംബനം, ठीक നല്ലത് അല്ലെങ്കിൽ ശരി. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. सब के सब अंतिम रेखा तक एक साथ पहुंच गए. दर्शक मंत्रमुग्ध होकर देखते रहे. इस सवाल के साथ कि सब के सब एक साथ बाजी जीत चुके हैं, इनमें से किसी एक को स्वर्ण पदक कैसे दिया जा सकता है. निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल ढूंढ निकाला. सब के सब एक साथ विजयी इसलिए हुए कि उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की तालियां थमने का नाम नहीं ले रही थी. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. പിന്നെ എന്താ സംഭവിച്ച്? ആരും കാണാത്തൊരു രംഗമാണ്, പ്രതീക്ഷിക്കാത്തതും കാണാത്തൊരു രംഗവും. എന്താ? എല്ലാ കുട്ടികളും കയ്യങ്ങടെ പിടിച്ചു, എല്ലാവരുടെയും എന്ന് പറഞ്ഞൊരു ചെയിൻ പോലെയാക്കി ഉണ്ടാക്കി. ഏക് ദൂസരേക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അവിടെ ഇവിടെയും കയ്യെ കോർത്തു പിടിച്ചു. പക്കട എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഓർ സാത്ത് മിൽക്കർ ദൗഡ് ലഗായി, എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങടെ ഓടി. കയ്യും പിടിച്ച് കോർത്ത് പിടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ളൊരു ഓട്ടം തുടങ്ങി. സബ് കെ സബ് അന്തിം രേഖ തക് ഏക് സാത്ത് പहुंच गए. എന്താ സംഭവിച്ച്? എല്ലാ കുട്ടികളും ഒരുമിച്ച് തന്നെ ആ അവസാനത്തെ ഒരു ലൈനില്ലേ, അന്തിം രേഖ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലൈൻ, ആ കോമ്പറ്റീഷൻ അവസാനിക്കുന്ന ആ ലൈൻ, അവിടെ എല്ലാവരും ഒരുമിച്ച് അങ്ങടെ എത്തി. ദർശക് മന്ത്രമുഗ്ന് ഹോക്കർ ദേഖ്തേ രഹേ. ദർശക് എന്തായിരുന്നു? ദർശക് എന്ന് പറഞ്ഞാൽ അവിടെ പ്രേക്ഷകർ, അവർ മന്ത്രമുഗ്നനായി അത് നോക്കിക്കൊണ്ടിരുന്നു. ഒരു പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു, അപൂർവമായൊരു കാഴ്ച. അത് കണ്ടവരതിൽ ലയിച്ച് ഇങ്ങോട്ട് പോയി നോക്കിക്കൊണ്ടിരുന്നു. ഈ സവാൽ കെ സാത്ത് കി സബ് കെ സബ് ഏക് സാത്ത് ബാജി ജീത് ചുക്കെ ഹെ. എന്തായിരുന്നു ഒരു ചോദ്യം അവരുടെ മനസ്സിൽ, എല്ലാവരും മനസ്സിലുള്ളൊരു ചോദ്യം. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം. എന്താ? എല്ലാ കുട്ടികളും ഒരുമിച്ച് ആ പന്തയം, ആ ബാജി എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷൻ, പന്തയം വിജയിച്ചിരിക്കുന്നു. ഇൻമേ സെ കിസി ഏക് കോ സ്വർണ്ണ പതക് कैसे दिया जा सकता है. ഇവരിൽ നിന്ന് ഒരാൾക്ക്, ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ആ സ്വർണ്ണ
മെഡൽ, സ്വർണ്ണ മെഡൽ ഇനി എങ്ങനെ കൊടുക്കും? കാരണം എല്ലാവരും വിജയികളായല്ലോ. അപ്പോൾ ഒരാൾ എങ്ങനെയാണ് ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത്? അതായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം, മനസ്സിലുള്ള ചോദ്യം. निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल निकाला. നിർണായക് എന്ന് പറഞ്ഞാൽ ആരാ? വിധികർത്താക്കൾ. വിധികർത്താക്കൾ എന്താ ചെയ്ത്? എല്ലാവർക്കും സ്വർണ്ണ പതക്കം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ മെഡൽ കൊടുത്തിട്ട് ആ ഒരു പ്രശ്നത്തിനുള്ള നല്ലൊരു ഗംഭീരമായ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്, പരിഹാരം. ഹൽ എന്ന് പറഞ്ഞാൽ പരിഹാരം. അപ്പോൾ നല്ലൊരു പരിഹാരമാണ് അവരും കണ്ടെത്തിയത്. ഢൂണ്ട എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക അല്ലെങ്കിൽ കാണുക. സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൻ്റെ നല്ലൊരു ഗംഭീരമായ, ശാന്താർ ഗംഭീരമായ സൊല്യൂഷൻ കണ്ടെത്തി. സബ്കെ സബ് ഏക് സാത്ത് വിജയ് ഇസ്ലേ ഹുവേ. എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് വിജയിയായത്? എന്തായിരുന്നു അതിൻ്റെ കാരണം? എല്ലാവരും കൂടി ഒരുമിച്ച് അവരിലുള്ള ഒരു ഒത്തൊരുമ, ആ ഒരു യൂണിറ്റി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ജയിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. എന്തുകൊണ്ടാണ്? സബ്കെ സബ് ഏക് സാത്ത് വിജയ് ഇസ്ലേ ഹുവേ. അവരെല്ലാവരും ഒരുമിച്ച് വിജയം നേടിയത് കാരണം उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की ताली थमने का नाम नहीं ले रही थी. ആ ഒരു ദിവസം ആ ഒരു എന്താ പറയുക, സൗഹൃദത്തിൻ്റെ ഒരു എന്താണ് ഭയങ്കര അദ്വിതീയമായ ഒരു കാഴ്ചയാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാഴ്ച. അദ്വിതീയമായൊരു കാഴ്ച കണ്ട് എന്തായിരുന്നു? പ്രേക്ഷകരുടെ കയ്യടി നിലച്ചു പോകുന്നേ ഉണ്ടായിരുന്നില്ല, അത് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവർ കണ്ടിന്യൂസ്ലി ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ഇന്നസെൻസും ഒക്കെ കണ്ടിട്ട് കണ്ടിന്യൂസ്ലി അവർ കയ്യടിക്കുക ആയിരുന്നു. ഈ ഒരു പാരഗ്രാഫിലത്തെ പുതിയ പദങ്ങൾ നോക്കാം. പക്കട പിടിച്ചു, മിൽക്കർ ഒരുമിച്ച്, ലഗായി ഇടുക, അന്തിം അവസാനത്തെ, പഹുഞ്ച് പ്രവേശനം അല്ലെങ്കിൽ എത്തുക, ദർശക് പ്രേക്ഷകർ, മന്ത്രമുഗ്ന, സവാൽ ചോദ്യം, ബാസി പന്തയം, ചുക്കെ ഉണ്ടായിരുന്നു, സ്വർണം, പതക് മെഡൽ, നിർണായകോ വിധികർത്താക്കൾ, സമസ്യ പ്രശ്നം, ശാന്താർ ഗംഭീരം, ഹൽ പരിഹാരം, ഢൂണ്ട് കണ്ടെത്തുക, വിജയി വിജയം, ദോസ്തി സൗഹൃദം, അനോഖ അദ്വിതീയമാണ്, ദൃശ്യ കാണുക, താലിയ കയ്യടി, തമ്നെ നിലച്ചു പോകുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം. വഹാ പ്രതിഭാഗിയോ का कौन सा मनोभाव प्रकट हो रहा था? പ്രതിഭാഗി എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ. അവരുടെ എന്തൊരു മനോഭാവമാണ് നമ്മൾക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ കഥയിൽ നിന്ന്? कहानी से यह पता चलता है कि भले ही प्रतिभागियों ने में जीतने की तीव्र चाह और उत्सुकता थी, पर उनमें प्यार, दोस्ती और मासूमियत की मनोभावना भी नज़र आती है, क्योंकि उनमें एक प्रतियोगी के गिरने पर सभी दौड़ छोड़कर उसकी सहायता करने आ जाते हैं. എന്താണ് ഇതിൽ പറയുന്നത്? ഈ കഥയിൽ എന്താണ്? കഹാനി സെ യഹ പതാ ചൽത്താ ഹെ. ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭലേ ഹി പ്രതിയോഗിയോ മേ ജീത്നെ കി തീവ്ര ചാഹ് ഓർ ഉത്സുക്ത थी. എന്തായാലും എന്നാൽ ഈ പാർട്ടിസിപ്പൻസിനെ അവർ ജയിക്കാനുള്ള തീവ്രമായ ഇച്ഛ പിന്നെ ജിജ്ഞാസ ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയാം. പക്ഷേ ഉന്മേ ദോസ്തി പ്യാർ ഓർ മാസൂമിയത് കി മനോഭാവന ഭി നസർ ആത്തി ഹെ. പക്ഷേ അവരിൽ എന്താണ്? സ്നേഹം, പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം, ദോസ്തി എന്ന് പറഞ്ഞാൽ സൗഹൃദം, മാസൂമിയത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത. ആ ഒരു മനോഭാവങ്ങൾ പോലും അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജയിക്കാനും മത്സരിക്കാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ സ്നേഹം,
സൗഹൃദം, ഇന്നസെൻസ്, അതും നമ്മൾക്ക് അവരിൽ കാണാൻ കഴിയുന്ന ആ ഒരു മനോഭാവം നമ്മൾക്ക് അവരിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ക്യൂങ്കി ഉൻമേ ഏക് പ്രതിയോഗിക്ക് ഘിർനെ ഭർ, ഒരു പാർട്ടിസിപ്പൻറ്റ്, അവരിൽ നിന്ന് ഓടാൻ നിൽക്കുന്ന ഒരു കുട്ടി അതിൽ വീണപ്പം എന്താണ് മറ്റുള്ളവർ ചെയ്ത്? സഭി ദോഡ് ഛോഡ്കർ ഉസ്കി സഹായത കർനെ കോ ആ ജാത്തെ ഹെ, എല്ലാവരും ആ ഓട്ടം നിർത്തിയിട്ട് ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. പ്രതിഭാഗിയോं का व्यवहार ऐसा नहीं होता तो क्या होता, ആ പാർട്ടിസിപ്പൻസ്, അതിൽ പങ്കെടുത്തവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, സ്വഭാവം എങ്ങനെയായിരുന്നില്ലെങ്കിൽ എന്തായി സംഭവിക്കുമായിരുന്നു? प्रतिभागियों का व्यवहार ऐसा नहीं होता तो एक प्रतिभागी दौड़ में जीतने की खुशी मनाता और दूसरा प्रतिभागी दौड़ में गिरने के कारण दुखी होता और अपना आत्मविश्वास खो बैठता. എന്താ? പ്രതിഭാഗിയും ക വ്യവഹാർ, ആ പാർട്ടിസിപ്പൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നില്ലെങ്കിൽ ഒരു പ്രതിഭാഗി, ഏക് പ്രതിഭാഗി ദോഡ് മേ ജീത്തിനേക്ക് ഖുഷി ബനാത്ത, ഒരു പാർട്ടിസിപ്പൻറ്റ് അതിൽ എന്തായാലും ഒരാൾ വിജയിക്കുമല്ലോ, ആ വിജയിക്കുന്ന കുട്ടി ആ ജയിച്ച സന്തോഷം അവിടെ ആഘോഷിക്കും, സ്വർണ്ണ മെഡലും കിട്ടിയ ആ സന്തോഷം ആഘോഷിക്കും. പക്ഷെ മറ്റേ കുട്ടിയോ, ദൂസര പ്രതിഭാഗി ദോഡ് മേ ഘിർനേക്ക് കാരണം, ആ കുട്ടി വീണുപോയ കുട്ടിക്ക് എന്താ തോന്നുക? വിഷമം, ദുഃഖി ഹോത്ത, ആ കുട്ടി വിഷമിക്കും. ഓർ അപ്ന ആത്മവിശ്വാസ് ഖോ ബാത്ത, നമ്മളിതിൽ റീഡ് ചെയ്തിരുന്നു എല്ലാ കുട്ടികൾക്കും ചെറുതായിട്ടൊരു ലൈക്ക് ഹാൻഡിക്യാപ്പാണ്, ഫിസിക്കലി ദേ ആർ ഹാൻഡിക്യാപ്പ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടും. കാരണം അവർക്ക് അല്ലെങ്കിൽ മനസ്സിൽ ഒരു വിഷമമാണ്, മറ്റുള്ള കുട്ടികളെ പോലെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ ആ കുട്ടി വീണു പോകുന്നു. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പം ആ കുട്ടിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. നമ്മൾക്കിനി ഈ ചാപ്റ്ററിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്, 1 സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വിശേഷ് ദോഡ് കബ് ഓർ കഹാ ഹുയി, ആ സ്പെഷ്യൽ ഓട്ടം, ആ പ്രത്യേകത ഉള്ളൊരു ഓട്ടം എപ്പോൾ എവിടെയാണ് നടന്നത്? വിശേഷ് ദോഡ് കൈ സാൽ പെഹ്ലെ ഒളിമ്പിക് ഖേലോं के दौरान हुई, ആ ഒരു സ്പെഷ്യൽ ഓട്ടം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക് കളികളുടെ ഇടയിൽ, അതിൻ്റെ ഒരു സമയത്താണ്, അതിൻ്റെ ഇടയിലാണ് നടന്നത്. കോൺസി ദോഡ് മേ ഗസബ് കി ഘട്ന ഹുയി, ഏത് ഓട്ടത്തിലായിരുന്നു ഒരു അത്ഭുതമായ സംഭവം സംഭവിച്ചത്? 100 മീറ്റർ കി ദോഡ് മേ ഗസബ് കി ഘട്ന ഹുയി, 100 മീറ്റർ ഓട്ടത്തിലാണ് അത്ഭുതമായ സംഭവം സംഭവിച്ചത്. കിത്നി പ്രതിഭാഗി രേഖാ പർ തയ്യാർ ഖടേ थे, എത്ര പാർട്ടിസിപ്പൻസ് ആയിരുന്നു, പ്രതിയോഗികളായിരുന്നു ആ ലൈനിൽ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നത് ഓടാൻ? 9 പ്രതിഭാഗി രേഖാ പർ തയ്യാർ ഖടേ थे, 9 മത്സരിക്കാനുള്ള ആൾക്കാർ, കുട്ടികളായിരുന്നു ആ ലൈനിൽ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നത്. വഹ സഭി പ്രതിഭാഗി कैसे थे, എങ്ങനെയായിരുന്നു ആ കുട്ടികളൊക്കെ, ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ ഒക്കെ എന്തായിരുന്നു ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഫറൻസ് അവരിൽ? വ സഭി പ്രതിഭാഗി ശാരീരിക് രൂപ് സെ വികലാംഗ് थे, ആ എല്ലാ കുട്ടികളും, ഓടാൻ മത്സരിക്കുന്ന എല്ലാ കുട്ടികളും ശാരീരികമായിട്ട് വികലത ഉള്ള കുട്ടികളായിരുന്നു, അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്പ് ആയിരുന്നു ആ കുട്ടികളൊക്കെ. അടുത്ത ചോദ്യം, സഭി പ്രതിഭാഗിയോ കാ മനോഭാവ് कैसा था, എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും മനോഭാവം എങ്ങനെയായിരുന്നു? സഭി പ്രതിഭാഗിയോ മേ ഉത്സുകത और जीतने की होड़ थी, എല്ലാവരിലും എന്തായിരുന്നു? വളരെയധികം ജിജ്ഞാസയുണ്ടായിരുന്നു, ജയിക്കാനുള്ളൊരു ആ മത്സരം അല്ലെങ്കിൽ ആ ജയിക്കാനുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജയിക്കാനുള്ളൊരു ഇച്ഛ, ഭയങ്കര തീവ്രമായ ഇച്ഛ ഉണ്ടായിരുന്നു. ദോഡ് കെ ബീച്ച് മേ ക്യാ ഘട്ന ഘട്ടി, ആ ഓട്ട മത്സരത്തിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? दौड़ के दौरान एक लड़का ठोकर खाकर गिर पड़ा और रोने लगा, ഓട്ട മത്സരത്തിൻ്റെ ഇടയിൽ ഒരു കുട്ടി പെട്ടെന്ന് തട്ടി, എവിടെയോ മുട്ടിയിട്ട് താഴെ വീണു, എന്നിട്ട് എന്താണ്? കരഞ്ഞു തുടങ്ങി. പ്രതിയോഗിത കെ ബാക്കി പ്രതിയോഗിയോനെ ക്യാ കിയ, അപ്പോൾ അങ്ങനെ ആ കുട്ടി വീണപ്പോൾ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ്, ആ മത്സരത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ള കുട്ടികൾ എന്താണ് ചെയ്തത്? ആ ബാക്കിയുള്ള കുട്ടികളൊക്കെ പ്രതിയോഗിത കി
बाकी प्रतिभागी दौड़ छोड़कर उस लड़के के पास मदद के लिए आ पहुँचे. ബാക്കിയുള്ള കുട്ടികളൊക്കെ ആ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ ആ ഓട്ടം വിട്ടു. ആ ഓട്ടം നടന്നുകൊണ്ടിരിക്കുമ്പം അതവിടെ നിർത്തിയിട്ട് ആ ചെറിയ കുട്ടിയെ വീണ് കിടക്കുന്ന ആൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാണ്? ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പ്രതിഭാഗിയോനെ ലड़के का साथ कैसे दिया? ആ കുട്ടികളൊക്കെ ബാക്കിയുള്ള കുട്ടികൾ ആ പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ് ഈ ആ ചെറിയ ആൺകുട്ടിയുടെ हेल्प ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് എങ്ങനെ ചെയ്തു? प्रतिभागियों ने उसे खड़ा किया, उसके आंसू पहुँचे, धूल साफ किया और उसका हाथ पकड़कर साथ में दौड़ लगाई. എന്താ ചെയ്ത്? പ്രതിഭാഗി പാർട്ടിസിപ്പൻസ് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് ആ കുട്ടീനെ പിന്നെയും തിരിച്ച് നിർത്തിപ്പിച്ചു. വീണതല്ലേ, ഇപ്പം സ്റ്റാൻഡായി. ഉസ്കെ ആസു പോഞ്ചെ, കണ്ണുനീർ, ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുടച്ചു, പോഞ്ചെ എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക. ധൂൾ സാഫ് കിയ, പൊടി, ഡ്രസ്സിലുള്ള പൊടിയൊക്കെ തട്ടി മാറ്റി. ഓർ ഉസ്ക ഹാത്ത് പകടക്കർ, പിന്നെ ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഓടി. അടുത്ത ചോദ്യം, ദർശകോं के मन में क्या सवाल था? പ്രേക്ഷകരുടെ മനസ്സിൽ എന്ത് ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്? ദർശകോं के मन में यह सवाल था कि स्वर्ण पदक कैसे दिया जाएगा? ദർശക് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിൽ എന്ത് ചോദ്യമായിരുന്നു? ഇനി ആ സ്വർണ്ണ മെഡൽ എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്? എല്ലാവരും ഫസ്റ്റായി, എല്ലാവർക്കും എങ്ങനെ ഒരുമിച്ച് കൊടുക്കുക? അപ്പം എങ്ങനെയാണ് ഇനി നമ്മുടെ ജഡ്ജസ് ഇതിനുള്ളൊരു വിധി നിശ്ചയിക്കാൻ പോകണു എന്നായിരുന്നു എല്ലാ പ്രേക്ഷകരുടെ ഒരു ചോദ്യം. നിർണായകോं ने समस्या का क्या शानदार हल ढूंढ निकाला? നിർണായകർ എന്ന് പറഞ്ഞാൽ ആരാ? വിധികർത്താക്കൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പ്രശ്നം അതിന് ഗംഭീരമായ ഒരു സൊല്യൂഷൻ, ശാന്താർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഒരു സൊല്യൂഷൻ അവർ എങ്ങനെ കണ്ടെത്തി? निर्णायकों ने सबको स्वर्ण पदक देकर समस्या का शानदार हल ढूंढ निकाला. ഈ നമ്മുടെ ജഡ്ജസ് എന്താ ചെയ്ത്? എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കൊടുത്തിട്ട് ആ ഒരു പ്രോബ്ലത്തിൻ്റെ നല്ലൊരു രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടെത്തി. ദർശകോं की तालियां क्यों नहीं थम रही थी? എന്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ കയ്യടി നിൽക്കാതെ ഇങ്ങനെ അവരിങ്ങനെ എന്താ പറയുക ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? सभी प्रतियोगियों के विजयी होने और दोस्ती का अनोखा दृश्य देखने के कारण दर्शकों के तालियां नहीं थम रही थी. എല്ലാ പാർട്ടിസിപ്പൻസും വിജയിച്ചു. അതുകൂടാതെ തന്നെ അവരുടെ എന്താ കണ്ടത്? അവർ സൗഹൃദത്തിൻ്റെ ഒരു അത്ഭുതമായ ദൃശ്യമാണ് അവരന്ന് അവിടെ കണ്ടത്. ആ ഒരു അത്ഭുതമായ ദൃശ്യം കണ്ടത് കാരണമാണ് പ്രേക്ഷകർ കയ്യടി നിർത്താണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇരുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ചാപ്റ്ററും നമ്മൾ അതിലത്തെ ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇന്നിവിടെ കവർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും ഞാനത് നോക്കി അതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതാകും. അടുത്ത സെഷനിൽ നമ്മൾക്കിതിൻ്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്റർ നന്നായി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അടുത്ത സെഷനിൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾക്ക് തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.